നമസ്കാരം, യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബേസിംഗ്സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് കലാവിസ്മയങ്ങളുടെ അപൂർവ സംഗമമായി മാറി. ഫിലിപ്പ് കുട്ടി അച്ചായന് സമർപ്പിച്ച ഈ ആദരം കലാസ്നേഹികൾക്ക് മറക്കാനാകാത്ത മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. വെളിച്ചം തിയേറ്റേഴ്സിന്റെ പ്രസിഡന്റ് ഡോക്ടർ അജി പീറ്ററായിരുന്നു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത്. വെളിച്ചം തിയേറ്റേഴ്സിന്റെ ക്രിയേറ്റീവ് കോർഡിനേറ്ററും ലോക കേരള സഭ അംഗവുമായ CA ജോസഫ് സ്വാഗതം ആശംസിച്ചു. ബേസിംഗ്സ്റ്റോക്ക് ഡെപ്യൂട്ടി മേയർ കൗൺസിലർ സജീഷ് ടോം ഉദ്ഘാടനം ചെയ്തു. യുക്മ ദേശീയ പ്രസിഡന്റ് എബി സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് യൂറോപ്പ് ഡയറക്ടറും ലോക കേരള സഭ അംഗവുമായ S ശ്രീകുമാർ ഫെസ്റ്റിന് ആശംസകൾ അർപ്പിച്ചു. ഫിലിപ്പ് കുട്ടിയുടെ ഭാര്യ സജിനി ഫിലിപ്പ് കുട്ടിക്ക് വെളിച്ചം തിയേറ്റേഴ്സിന് വേണ്ടി എബി സെബാസ്റ്റ്യൻ സ്നേഹാദരവോടെ മൊമന്റോ കൈമാറി. വേദിയിൽ വെളിച്ചം തിയേറ്റേഴ്സ് പ്രസിഡന്റും കലാകാരനുമായ ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച സൈന്യാധിപൻ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനവും നടന്നു. പിന്നീട് വേദിയെ കീഴടക്കുന്ന നിരവധി പരിപാടികളാണ് അരങ്ങേറിയത്. ഫിലിപ്പ് കുട്ടി അച്ചായന്റെ പരിശീലനത്തിൽ രൂപം കൊണ്ട ബേസിംഗ്സ്റ്റോക്ക്, പോർട്സ്മൗത്ത്, സ്വിൻഡൻ എന്നിവിടങ്ങളിലെ ശിഷ്യർ അവതരിപ്പിക്കുന്ന മെഗാ ചെണ്ടമേളം, മെന്റലിസ്റ്റ് ജോയലിന്റെ വിസ്മയകരമായ മാജിക്കൽ മെന്റലിസം ഷോ, കൊച്ചിൻ കലാഭവനിലൂടെ ശ്രദ്ധേയനായ മലയാളികളുടെ സ്വന്തം കലാഭവൻ ദിലീപിന്റെ മിമിക്സ് പരേഡ്, D3, D4 ഉൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധ നേടിയ യദു കൃഷിയുടെ നേതൃത്വത്തിലുള്ള ഗോഡ്സ് ഓൺ ഡാൻസേഴ്സ് ട്രൂപ്പിന്റെ മനോഹരമായ നൃത്താവിഷ്കാരങ്ങൾ എന്നിവ വേദിയിൽ ആവേശം നിറച്ചു. പിന്നീട് വെളിച്ചം തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകം ജീൽവാ ജീൻ അരങ്ങേറി. വിശ്വപ്രശസ്ത സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ നാടകത്തിൽ നിരവധി നാടകങ്ങളിലും സംഗീത ആൽബങ്ങളിലും അഭിനയിച്ചും സംവിധാനം ചെയ്തും കഴിവ് തെളിയിച്ച ഡോക്ടർ അജി പീറ്റർ UK-യിൽ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിമുകളിലും നാടകങ്ങളിലും മികവാർന്ന അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള CA ജോസഫ്, അഭിനേതാക്കൾ എന്ന നിലയിൽ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ജോണി ജോസഫ്, സാജു സ്റ്റീഫൻ, ജോബി തോമസ്, സജി കുന്നത്ത്, ദീപ്തി തരംഗ്, ടൈറ്റസ് പുതുശ്ശേരി, ബിനോ ഫിലിപ്പ്, ബിനീഷ് അഗസ്റ്റിൻ, ജസ്വിൻ ജോയ്, ജിതിൻ ജോസ്, നിത്യ ആൽബർട്ട്, ബിന്ദു ബിജു, രാജു തോമസ്, മാസ്റ്റർ ആൻജർ ബിനോ, ബേബി ഹരിയറ്റ് സജി എന്നിവരാണ് വേഷമിട്ടത്. UK-യിലെ പ്രമുഖ മോർഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർഗേജ് പരിപാടിയുടെ മുഖ്യ സ്പോൺസേഴ്സ് ആയിരുന്നു. സംഘാടകരുടെ മികച്ച ആസൂത്രണവും കലാകാരന്മാരുടെ മികച്ച പ്രകടനങ്ങളും കൊണ്ട് ബേസിംഗ്സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് കാണികളുടെ ഹൃദയം കീഴടക്കി.
മലയാളികൾ ഒത്തുപിടിച്ചപ്പോൾ യുകെയിലെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രസിഡന്റായി 2024 ബിജോയ് സെബാസ്റ്റ്യൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ചരിത്രത്തിലാദ്യമായാണ് ഒരു മലയാളി RCN നേതൃത്വത്തിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ വീണ്ടും ബിജോയ് നഴ്സിംഗ് ജീവനക്കാരുടെ പിന്തുണ തേടുകയാണ്. പ്രസിഡന്റായിരുന്നപ്പോൾ ശമ്പളത്തിലെ തുല്യത, സുരക്ഷിത സ്റ്റാഫിംഗ്, വിദേശ നഴ്സുമാരുടെ തൊഴിലവകാശങ്ങൾ, വിദ്യാർത്ഥി നഴ്സുമാരുടെ ഭാവി എന്നിവയുമായി ബന്ധപ്പെട്ട് നടത്തിയ പദ്ധതികൾ പൂർത്തിയാക്കാനാണ് രണ്ടാമതും ബിജോയ് മത്സരത്തിനിറങ്ങുന്നത്. RCN പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് ഓഗസ്റ്റ് 3 മുതൽ സെപ്റ്റംബർ 7 വരെ നടക്കും. സെപ്റ്റംബർ 9 ഫലം പ്രഖ്യാപിക്കും. തെരഞ്ഞെടുത്താൽ 2027 ജനുവരി 1 മുതൽ 2 വർഷത്തേക്കാണ് ചുമതല. യുകെയിലെ മലയാളി കായിക പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരുമ ബ്ലാക്ക്ബേൺ പുൾ ലീഗ് സീസൺ 2 വടംവലി മത്സരത്തിൽ ലിവർപൂൾ മലയാളി അസോസിയേഷൻ ലിമ വനിതാ ടീമിന് ചരിത്ര വിജയം. ജൂലൈ 11 ബ്ലാക്ക്ബേണിൽ നടന്ന കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ലിമയുടെ പെൺപട കിരീടം ചൂടിയത്. യുകെയിലെ പ്രമുഖ ടീമുകളായ ക്വീൻസ് ഓൾഡ്ഹാം, സ്റ്റോക്ക് എലൈറ്റ്, UMA ബ്ലാക്ക്ബേൺ എന്നിവർക്കെതിരെ തുടർച്ചയായ വിജയങ്ങൾ അനായാസം കരസ്ഥമാക്കിയാണ് ലിമ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടിയത്. കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ഫൈനൽ പോരാട്ടത്തിൽ ടൂർണമെന്റിന്റെ ആതിഥേയരും കരുത്തരുമായ ഒരുമ ബ്ലാക്ക്ബേണിനെ അടിയറവ് പറയിച്ചാണ് ലിമയുടെ പെൺപുലികൾ 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. കോച്ച് ഹരികുമാർ ഗോപാലന്റെ കീഴിൽ കൃത്യമായ തന്ത്രങ്ങളും തികഞ്ഞ പ്രൊഫഷണൽ ശൈലിയും പരിശീലിച്ചാണ് ടീം കളത്തിലിറങ്ങിയത്. യുകെയിലെ കഠിനമായ ജോലി തിരക്കുകൾക്കും വീട്ടുചുമതലകൾക്കും ഇടയിലാണ് ഈ പെൺകുട്ടികൾ പരിശീലനത്തിനായി സമയം കണ്ടെത്തിയത്. യുകെയിലെ പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും വകവയ്ക്കാതെ ഗ്രൗണ്ടിൽ അവർ ഒഴുക്കിയ വിയർപ്പിനും കഠിനാധ്വാനത്തിനും ലഭിച്ച ഏറ്റവും മികച്ച അംഗീകാരമാണ് ഈ ചാമ്പ്യൻ പട്ടം. കളത്തിലെ 11 എതിരാളികളെ മാത്രമല്ല, ചിലപ്പോൾ റഫറിയും ഫിഫയും വരെ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു കളയുമെന്നാണ് ഇപ്പോഴത്തെ വിമർശനം. അതിന് ഊർജ്ജമേകിക്കൊണ്ട് സ്വിറ്റ്സർലൻഡിന് എതിരായ മത്സരത്തിൽ ലയണൽ മെസ്സി റഫറിയോട് തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. തന്നോട് ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് മെസ്സി റഫറിയോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇതിന് ആധാരം. സ്വിസ് ടീമിന് എതിരായ മത്സരത്തിലെ 42ാം മിനിറ്റിലാണ് പോർച്ചുഗീസ് റഫറി ജോവ പിനെറോയുമായി മെസ്സി തർക്കിച്ചത്. എന്നോട് ബഹുമാനത്തോടെ സംസാരിക്കണം, ബഹുമാനമില്ലായ്മ കാണിക്കരുത്, താങ്കളോട് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്, അർജന്റീനിയർ ക്യാപ്റ്റൻ റഫറിയോട് പറഞ്ഞു. കളിക്കളത്തിലെ ഈ സംഭാഷണം സംപ്രേഷണം ചെയ്തതോടെയാണ് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. അർജന്റീന 1-0 മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു സംഭവങ്ങൾ. എന്നാൽ സ്വിറ്റ്സർലൻഡ് തിരിച്ചടിച്ചതോടെ മത്സരം അധിക സമയത്തേക്ക് നീളുകയും ഇതിനിടെ ചുവപ്പുകാർഡ് കിട്ടി 10 പേരായി ചുരുങ്ങിയ സ്വിസ് ജനതയുടെ ഹൃദയം തകർത്ത് അർജന്റീന 2 ഗോളുകൾ കൂട്ടിച്ചേർത്ത് വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. സ്വിസ് താരത്തിന് 2ാമത്തെ മഞ്ഞക്കാർഡ് നൽകേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് VARൽ തെളിഞ്ഞിരുന്നു. മത്സരത്തിലെ എല്ലാ തീരുമാനങ്ങളും എതിരായിരുന്നുവെന്ന് സ്വിസ് ഡിഫൻഡർ മാനുവൽ അക്കാൻജി പറഞ്ഞു. ഇതുപോലൊരു വൺ സൈഡ് ഗെയിം ജീവിതത്തിൽ കളിച്ചിട്ടില്ല, അക്കാൻജി പ്രതികരിച്ചു. ഇതോടെ 2026 ലോകകപ്പ് മെസ്സിക്കും സംഘത്തിനുമായി ഫിഫ ഒരുക്കിവെച്ചതുപോലെയാണെന്ന ആരോപണങ്ങളാണ് ശക്തമാകുന്നത്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.